ഹലോ, നമ്മൾ ജെയ്മെയിൻ്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 10 വരെ ചെയ്തത്. ഇത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ 7x plus 6y minus 2z is equal to 0, 3x plus 4y plus 2z is equal to 0, x minus 2y minus 6z is equal to 0 has. അപ്പോൾ നോ സൊല്യൂഷൻ, ഓൺലി ട്രിവിയൽ സൊല്യൂഷൻ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യണം എന്താണ്? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. 7 6 minus 2, 3 4 2, 1 minus 2 minus 6 കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിക്കുക വേഗം. യെസ്, ആൻസർ എന്താണ്? 0 ആണ്. അപ്പോൾ ഇത് ഹോമോജീനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്. ഹോമോജീനസ് സിസ്റ്റം ഓഫ് ഇക്വേഷന് എന്തില്ല? നോ സൊല്യൂഷൻ കേസ് ഇല്ല. ഓൺലി ദ ട്രിവിയൽ സൊല്യൂഷനും അല്ല, ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ രണ്ട് പോസിബിലിറ്റിയിൽ ഏതോ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് സോൾവ് ചെയ്യണം. 1ഉം 2ഉം കൂടി അങ്ങോട്ട് ആഡ് ചെയ്യാം. 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ്? 10x plus 10y is equal to 0. 10x plus 10y is equal to 0 എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് y is equal to minus x കിട്ടും. y is equal to x minus x ഇതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y is equal to minus x കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? 3x is equal to 6z അഥവാ x is equal to 2z. x is equal to 2z. Box is the answer. x is equal to 2z. അടുത്തത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. P implies P and negation Q is false, then the truth values of P and Q are respectively. അപ്പോൾ ഒരു വഴി എന്ന് പറഞ്ഞാൽ ട്രൂത്ത് ടേബിൾ വരയ്ക്കലാണ്. ട്രൂത്ത് ടേബിൾ വരയ്ക്കുക. നമുക്ക് P വരയ്ക്കുക, Q വരയ്ക്കുക, പിന്നെ നെഗേഷൻ Q, പിന്നെ P ആൻഡ് നെഗേഷൻ Q, പിന്നെ P implies P and negation Q. ഇത് വരച്ചാൽ ഡെഫിനറ്റ്ലി ആൻസർ കിട്ടും. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനും ഇത് വരയ്ക്കുന്ന ചിലപ്പോൾ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പോൾ ടി 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 എഫ് എഫ് ടി എഫ് എഫ്. നെഗേഷൻ Q എന്ന് പറയുന്നത് എഫ് ടി എഫ് ടി. P ആൻഡ് നെഗേഷൻ Q എന്ന് പറയുന്നത് എഫ് ടി എഫ് എഫ്. ഇനി P implies this, ഇതാണ്. അപ്പോൾ T implies F, T implies F. ഇത് ട്രൂത്ത് ടേബിൾ അറിയണം കേട്ടോ. നമുക്ക് P implies Qൻ്റെ ട്രൂത്ത് ടേബിൾ അറിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ T implies F എന്ന് പറഞ്ഞത് ഞാൻ ഇതിൻ്റെ അനാലജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ആനയുണ്ട്, ലൈബ്രറിയിൽ ആനയുണ്ട്, പൈസ തന്നില്ല, അപ്പോൾ പ്രോമിസ് ഇസ് ബ്രോക്കൺ, സോ എഫ്. പിന്നെ ടി ടി, ആനയുണ്ട്, പൈസയും കിട്ടി, ടി. എഫ് എഫ്, ഓക്കെ, ആനയില്ല, പൈസ ഇല്ല, അപ്പോഴും കുഴപ്പമില്ല. എഫ് എഫ്, അപ്പോഴും എന്താ കിട്ടാൻ പോണത്? ടി. ഇനി അവർ പറഞ്ഞത് ഇത് ഫോൾസ് ആണെന്നാണ് പറയിക്കണേ. ഫോൾസ് ആവണ ഒരൊറ്റ കേസേ ഉള്ളൂ. ഫോൾസ് ആവണ ഒരൊറ്റ കേസേ ഉള്ളൂ. എന്ത്? പിയും ക്യൂവും ടി ടി ആവുമ്പോൾ. പിയും ക്യൂവും ടി ടി ആവണ ഒരൊറ്റ കേസേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇത് എളുപ്പത്തിൽ ചെയ്യാം. ഇത് സംതിങ് ഇംപ്ലൈസ് സംതിങ് ഫോൾസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്വാണ്ടിറ്റി എന്തായിരിക്കണം? ടി ആയിരിക്കണം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ക്വാണ്ടിറ്റി എന്തായിരിക്കണം? എഫ് ആയിരിക്കണം. അപ്പോൾ പി ആൻഡ് നെഗേഷൻ ക്യൂ എന്തായിരിക്കണം? എഫ് ആയിരിക്കണം. ട്രൂത്ത് ടേബിൾ ഇല്ലാണ്ട് ചെയ്യുന്ന പറയണം കേട്ടോ. അപ്പോൾ ടി ആൻഡ് നെഗേഷൻ ക്യൂ എന്തായിരിക്കണം? എഫ് ആയിരിക്കണം. ടി ആൻഡ് നെഗേഷൻ ക്യൂ എഫ് ആവണം. എപ്പോഴാണ്? നെഗേഷൻ ക്യൂ എന്തായാലും എഫ് ആവണം. അപ്പോൾ ക്യൂ എന്തായിരിക്കണം? ടി ആയിരിക്കണം. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
13. Length of the minor axis of an ellipse in the standard form is 4 by root 3. If this ellipse touches the line x plus 6y is equal to a, then the eccentricity is. അപ്പോൾ നമുക്കറിയാം എലിപ്സിൻ്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഇക്വൽ ടു 1 ആണ്. വൈ ഇസ് ഇക്വൽ ടു എം എക്സ് പ്ലസ് സി അതിനെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വൈ ഇസ് ഇക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് 6y ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 8, വൈ ഇസ് ഈക്വൽ ടു മൈനസ് 1/6 എക്സ് പ്ലസ് 8/6 അഥവാ 4/3. എന്താ കണ്ടീഷൻ? സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എം സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇത് ലെങ്ത് ഓഫ് ദ മൈനർ ആക്സിസ് അഥവാ 2b ആണെന്ത് 4 by root 3 എന്നിരിക്കുന്നത്. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സി സ്ക്വയർ എന്ന് പറയുമ്പോൾ 4/3 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു മൈനസ് 1/6 ഹോൾ സ്ക്വയർ പ്ലസ് 2 by root 3 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിനെ എ സ്ക്വയർ എന്താണെന്ന് കിട്ടും. അപ്പോൾ അതിന് എ സ്ക്വയർ എന്താണെന്ന് കിട്ടും. അപ്പോൾ 16/9 ഇസ് ഈക്വൽ ടു a square by 36 plus 4/3. അപ്പോൾ a square is equal to 36 into 16/9 minus 12/9. That is 4/9. 16. a square is equal to 16. a square is equal to 16. അപ്പോൾ എക്സെൻട്രിസിറ്റി എന്തായിരിക്കും? റൂട്ട് ഓവർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ബി 2/3 ആണ്, 2 by root 3 ആണ്. അപ്പോൾ 4/3 ഡിവൈഡഡ് ബൈ റൂട്ട് 16. അപ്പോൾ ന്യൂമറേറ്ററിൽ വരാൻ പോണത് 1 by root 3 ഇൻറ്റു root 44 by 4. അപ്പോൾ 1/2 root over 11/3. Box is the answer. Box is the answer. പതിനാലാമത്തെ ക്വസ്റ്റ്യൻ. Z be a complex number satisfying modulus of real part of Z plus modulus of imaginary part of Z is equal to 4, then mod Z cannot be. Okay. അപ്പോൾ ഇത് ജോമെട്രിക്കലിയും ചെയ്തു തരാം, അതുപോലെ ആൾജിബ്രയ്ക്കലും എങ്ങനെ ചെയ്യാന്ന് പറയാം. അപ്പോൾ Z is equal to x plus y ആണെങ്കിൽ this what does this represent? This represents mod x plus mod y is equal to 4. mod x plus mod y is equal to 4 ജിയോമെട്രിക്കലി റെപ്രസെൻറ്റ് ചെയ്താൽ അത് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് അറിയാം? ഒരു സ്ക്വയർ ആയിരിക്കും. ഓക്കെ, എന്താ കാരണം? ഫസ്റ്റ് ക്വാർട്ടറിൽ അഥവാ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ഗ്രേറ്റർ ദാൻ വൈ എക്സ് ഗ്രേറ്റർ ദാൻ 0 വൈ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4 ആണ്. എക്സ് അതേപോലെ ഓരോ ക്വാർട്ടറിലും ഇതെന്താണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4, എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 4, മൈനസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4, മൈനസ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 4. അങ്ങനെ ഫൈൻ. അപ്പോൾ അതൊരു ഫിഗർ വരച്ചാൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയി. അപ്പോൾ Z lies on a square and mod Z will be the distance of Z from origin. Z lies on a square and mod Z will represent distance of Z from origin. അപ്പോൾ ഒരു ഫിഗർ വരയ്ക്കാം, ഞാനിതേ വരയ്ക്കാം. മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ഈക്വൽ ടു 4 ഫിഗർ വരച്ചിട്ടുണ്ട്. Z എന്ന് പറയുന്നത് എന്താണ്? മോഡ് Z എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് Z ഫ്രം ഒറിജിൻ. അപ്പോൾ അത് മാക്സിമം നമ്മൾ ഇവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽക്ക് മോഡ് Z മാക്സിമം വാല്യൂ, മോഡ് Z മാക്സിമം വാല്യൂ. ഓഫ് കോഴ്സ് ദിസ് ലെങ്ത് ഇസ് 4, ദിസ് ലെങ്ത് ഇസ് 4. ഓക്കെ, മാക്സിമം വാല്യൂ 4 ആണ്.
മിനിമം വാല്യൂ ഈ വാല്യൂ ദിസ് വാല്യൂ അതെന്തായിരിക്കും OM ഡിസ്റ്റൻസ്. ഇത് 4 ആണല്ലോ, ഇതെന്താവണം അപ്പോൾ 2√2 വെച്ചാവണം. മോഡ് Z മിനിമം എന്താവണം 2√2 ആവണം, 2√2 ആവണം. അപ്പോൾ Z cannot lie between what? Z should always lie between √8 and √16. √8നും √16നും ഇടയിലാണ് Z ന്റെ വാല്യൂ. മോഡ് Z cannot be എന്നാ ചോദിച്ചിരിക്കണേ. cannot be എന്തായിരിക്കും √7. √7 ആവാൻ പറ്റില്ല, കാരണം √8നും √16നും ഇടയിലാവണം. അപ്പം ജിയോമെട്രി ഉപയോഗിക്കാതെയും ചെയ്യാം. എങ്ങനെ? തന്നിരിക്കുന്നത് മോഡുലസ് ഓഫ് റിയൽ പാർട്ട് ഓഫ് Z പ്ലസ് മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് Z ഇസ് ഈക്വൽ ടു 4 എന്നല്ലേ. അപ്പോൾ Z-ന് R cos θ പ്ലസ് IR sin θ എന്ന് എഴുതാം. R cos θ പ്ലസ് IR sin θ എന്ന് എഴുതാം. ഓക്കെ, so this becomes R into mod cos theta plus mod sin theta is equal to 4. ഇനി mod sin theta plus mod cos theta മിനിമം വാല്യൂ മാക്സിമം വാല്യൂ. ഓക്കെ, mod sin theta plus mod cos theta വരച്ച് നോക്കണം. mod sin theta plus mod cos theta ഇതിൻ്റെ മിനിമം വാല്യൂ വരാൻ പോണത് 1ഉം മാക്സിമം വാല്യൂ വരാൻ പോകുന്നത് √2 ആണ്. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി ആറിൻ്റെ മിനിമം ആറിൻ്റെ മാക്സിമം കിട്ടും. ആറിൻ്റെ മിനിമം വരിക അത് √2 ആകുമ്പോഴാണ്, അതായത് 2√2. ആറിൻ്റെ മാക്സിമം വരികപ്പോഴാണ് ഇത് മിനിമം ആകുമ്പോഴാണ് 1 ആകുമ്പോഴാണ്. അപ്പോൾ 4 ആണ്. ഫൈൻ. അപ്പം അങ്ങനെ ചെയ്യാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 15. X is equal to something, Y is equal to something. ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ മനസ്സിലായി എന്താണ്? രണ്ട് ഇൻഫൈനൈറ്റ് GPകൾ തന്നിരിക്കുകയാണ്. കോമൺ റേഷ്യോ ഇൻഫൈനൈറ്റ് GPക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കോമൺ റേഷ്യോ എന്താണ്? -1നും 1നും ഇടയിലാവണമല്ലോ. അതിനാണ് ഈ കണ്ടീഷൻ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് നോക്കിക്കൊണ്ട് പറയാം എന്താണ്? 1/a/1 - r ആണല്ലോ. 1/1 - tan square. അപ്പോൾ 1 + tan square θ, അഥവാ ദിസ് ഈസ് cos square θ. y എന്ന് പറഞ്ഞ സാധനം എന്താണ്? 1/1 - cos square θ, അഥവാ 1/1 - x. അപ്പോൾ y is equal to 1/1 - x ആണ്. അപ്പോൾ ഏതാ കറക്റ്റ് ഓപ്ഷൻ നോക്കുക? y into 1 - x is equal to 1. ഓക്കെ, നമ്മൾ 15ആയി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അതിനു മുമ്പ് ഞാൻ പറയുന്നു, ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പ്ലാൻ ഉള്ളത് JEE മെയിൻ 2019 ക്വസ്റ്റ്യനുകൾ, അതായത് ഏകദേശം 16 പേപ്പറാണ്, 500ഓളം ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ചാപ്റ്റർ വൈസ് ഡിസ്കസ് ചെയ്യുന്നു. ഫുൾ ഫ്ലെജ്ഡ് ഒരു 30 ഡേ റിവിഷൻ കോഴ്സ് നടത്താൻ പ്ലാൻ ചെയ്യുന്നു. 30 ഡേ റിവിഷൻ കോഴ്സ് നടത്താൻ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഈ റിവിഷൻ കോഴ്സ് ഇതേപോലെ തന്നെ ആക്കാതെ കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ട് സൂമും യൂട്യൂബ് ഉപയോഗിച്ചിട്ട് ക്ലാസ് എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ശരിക്കുള്ള ലൈവ് തന്നെയായിരിക്കും. അപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി ലോഞ്ച് ചെയ്യാം. പക്ഷെ അതിൽ ഓഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. ആളില്ലെങ്കിൽ ഇത് ചെയ്യണതിൽ അർത്ഥമില്ല. അപ്പോൾ ഇഫ് ദർ ഇസ് സഫീഷ്യൻറ്റ് ഓഡിയൻസ് ഇത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാം 9037351290 വാട്സപ്പ് അയച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാം. സഫീഷ്യൻറ്റ് ഓഡിയൻസ് ഉണ്ട്. ഒരു 1000 പേരെങ്കിലും ഇത് കാണാനുണ്ടെങ്കിൽ നടത്തണതിൽ അർത്ഥമുള്ളൂ. ഓക്കെ, അപ്പോൾ സഫീഷ്യൻറ്റ് ഓഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്കത് കോഴ്സ് നടത്താം. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുക, ജോയിൻ ചെയ്യാൻ പറയാം, ഇതിലേക്ക്
അത് മാത്രമല്ല ആദ്യത്തെ ദിവസം ഉണ്ടായിട്ട് കാര്യമില്ല, ത്രൂ ഔട്ട് ദ കോഴ്സ് ആളുകൾ കാണാനുണ്ടെങ്കിൽ ഇതിൽ അർത്ഥമുള്ളൂ. ഓക്കെ ദെൻ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സീ യു.